അവന് ട്യൂഷനായിരുന്നു. അപ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു ട്യൂഷൻ്റെ അവിടെ. അവരൊക്കെ ഫ്രണ്ടിലാണ്, ഞാൻ എന്താ ബാക്കിലേക്ക് നടക്കും. എന്താ എല്ലാവരും എത്തി. കുറേ ദൂരം ഉണ്ടല്ലേ ചേച്ചി? ഒത്തിരി ദൂരമുണ്ട് ഗൈസ്. നീ ഇപ്പം കുറേ നേരം നമ്മൾ അവിടെ നടന്നാലേ അവിടെ വീട്ടിലെത്തത്തുള്ളൂ. ഡേവിഡിനെ വിളിച്ചു. വീട് എല്ലാം അടിപൊളിയാണ്. പിന്നെ എല്ലാവർക്കും കുറേ ഇലയൊക്കെ കിട്ടി. പിന്നെ ചാമ്പക്കയുടെ ഇലയൊക്കെ കിട്ടി. അടിപൊളി ഇലയാണ്. ഇത് കൊള്ളാവേ. ഈ ഇല കൊള്ളാം ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നടക്കുവാണ്. വിളിച്ച് ഒരു ഹായ് പറയൂ. ഹലോ ഗൈസ്, എവരിബഡി ഒരു ഹായ് പ്ലീസ്. എവരിബഡി ഹായ്. ഗൈസ് ഇവിടെ കൂടാണ് നമ്മൾ നടക്കുന്നത്. ഭയങ്കര നീളമുള്ള വഴിയാണ്. കയറ്റം ഇറക്കം ഒക്കെ ഉള്ള വഴിയാണ്. പകുതി വഴി ആയിട്ടുണ്ട്. അയ്യോ, നടന്ന് ഞങ്ങളുടെ കാലിൻ്റെ എല്ലാം ഒടിഞ്ഞു. അതിനിടയ്ക്ക് ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. ഡേവിഡും ഞങ്ങളും കൂടെ. ഇവനാണെങ്കിൽ ഞങ്ങളെ വിട്ടിച്ച് ഓടി ഗൈസ്. ഇപ്പോൾ റോഡിൽ ചെന്ന് കിടക്കേണ്ടതായിരുന്നു. ഞങ്ങളിപ്പോൾ ക്രോസ് ചെയ്യാൻ അവനെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ക്രോസ് ചെയ്തു. ഒരു റോഡേ ഉള്ളായിരുന്നുള്ളൂ. ക്രോസ് ചെയ്തു, എത്തി. ആ മേടിക്കണ്ടെന്ന് പറഞ്ഞു. ആ ഗൈസ്, അത് ഞങ്ങൾ ഇവിടുത്തെ കാര്യം പറഞ്ഞു. പിന്നെ ഇതുകൊണ്ട് ഗൈസ് നല്ല അടിപൊളി ഡെക്കറേഷൻ ഇട്ടിട്ടുണ്ട്. കുപ്പിമരം എന്നാണ് ഇതിൻ്റെ പേര്. അല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. എന്നാലും അങ്ങനെ ഇവിടെ കൂടെ അല്ലേ ഗൈസ്? ആ ഇവിടെ കൂടെ അല്ലേ ഗൈസ്? നമുക്ക് നേരെ വേണം. ചേച്ചി ഇവിടെ കൂടെ അല്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങൾ അവനെ വെട്ടിച്ച് വേറെ ഒരു വണ്ടി കൂടെ പോകാൻ അവൻ വേറെ വഴി, ഞങ്ങൾ വേറെ വഴിയാണ് ഗൈസ്. ചേച്ചി അവൻ എത്തു വെച്ചു അവിടെ വഴി വന്നാ ആദ്യം നമുക്ക് എത്തണം. വാ ഗൈസ്, ഞങ്ങൾ ഒരു കളി തന്നെയാണ്. വാ ചേച്ചി വേഗം വാ. ഞങ്ങളിവിടെ ഗൈസ് നീളവും ദൂരമൊക്കെ ആണല്ലേ. ആ കണ്ട ഗൈസ്, നമ്മുടെ കാല് വേദനയ്ക്ക് അതുപോലെ എന്തുപിടിക്കണം. നമുക്ക് എവിടെങ്കിലും ഇരിക്കുമ്പോൾ അണയ്ക്കുന്നു ഗൈസ്. റെസ്റ്റ് എടുത്തിട്ട് പോകാം. ഗൈസ് ഇവരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോവാ. അപ്പോൾ ഗൈസ് ഞങ്ങളെല്ലാവരും കുറേ പിറകെ ഓടുവാണ്. പിന്നെ ഇനിയിപ്പം പകുതി വെച്ച് നമുക്ക് കാണാം ഗൈസ്.